ഹലോ നമ്മളങ്ങനെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേരെന്താണ്? അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ്, N4P എന്ന് ഞാൻ ഇടുന്നു. ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ലാഭം എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്നിട്ട് നമുക്ക് എന്ത് നോക്കാം, അവിടുത്തെ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ പലർക്കും എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമാണെന്നും അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. നമ്മുടെ യഥാർത്ഥ അക്കൗണ്ടിങ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിയമത്തിൻ്റെ ഒരു കംപ്ലയിൻസിന് വേണ്ടിയിട്ട് ആ നിയമം ഒന്ന് ഫോളോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നു. എന്ന് വെച്ചാൽ ഇവർ കള്ളത്തരം കാണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പേരെന്താണ്, നമുക്ക് പ്രോഫിറ്റിന് വേണ്ടി അല്ല നിലനിൽക്കുന്നതെന്നാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിനോട്, ആ ഒരു ലക്ഷ്യബോധത്തോട് ഇച്ചിരി കൂറ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ വരുമെന്നല്ലാതെ എല്ലാം എന്ത് തന്നെയാണ്, അക്കൗണ്ടിങ് എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കോ നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളെ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ടോ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണ്. ഓക്കെ, ഈ ഓർഗനൈസേഷൻ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവാം. ഈ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ എന്തും ചെയ്യുന്നുണ്ടാവാം, ഇൻകവും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരേ ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഓർഗനൈസേഷൻ തുടങ്ങി. ആ ഓർഗനൈസേഷന് അതിൻ്റേതായ പർപ്പസ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ പർപ്പസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ആ ഇൻകം പ്രതീക്ഷിച്ച് കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്തത്, ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ ഇൻകം തിരിച്ച് ആ ഓർഗനൈസേഷൻ്റെ പർപ്പസിന് വേണ്ടി തന്നെ ചിലവാക്കും. ഇതാ കിടക്കുന്ന പർപ്പസ്. ഈ ഒരു ടൈപ്പ് ഓർഗനൈസേഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ചാരിറ്റി സെൻറ്റർ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങുന്നു. ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവാം, കുറേ ആൾക്കാർ വിളിച്ച് കൂട്ടി എന്തെങ്കിലും സെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടാവാം. ഈ ഇൻകം എന്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കും, ഈ ഒരു ഓർഗനൈസേഷൻ്റെ നല്ലതിന് വേണ്ടി തന്നെ ഉപയോഗിക്കും. അവിടെ എനിക്ക് എന്തില്ല, പ്രോഫിറ്റ് ഇല്ല. ഞാൻ ഇൻകത്തിൻ്റെ മേൽ എക്സ്പെൻസ് പ്രതീക്ഷിക്കുമ്പോഴാണ് എനിക്ക് എന്തുണ്ടാവുന്നത്, പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. എക്സ്പെൻസിൻ്റെ മേൽ ഇൻകം പ്രതീക്ഷിക്കുമ്പോഴാണ് എനിക്ക് എന്തുണ്ടാകുന്നത്, എക്സ്പെൻസ് കുറവായിരിക്കണം, ഇൻകം കൂടുതലായിരിക്കണം. അപ്പോഴാണ് ഞാൻ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത്. അവിടെ അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഈ ഒരു പർപ്പസ് നടന്നു പോകാനുള്ള വരുമാനം കിട്ടിയാൽ മതി, റവന്യൂ ജനറേറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ഒന്നല്ല ഞാൻ ആ ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പണ്ടൊക്കെ ഈ ക്ലബ്ബുകളുണ്ടായിരുന്നു അല്ലേ, ക്ലബ്ബുകൾ. ഈ ക്ലബ്ബുകൾ ഇപ്പോഴും നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉണ്ട്. ഓണത്തിന് പരിപാടി നടത്താനും ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സ് മീറ്റുകളൊക്കെ നടത്താനും ക്ലബ്ബുകൾ ഒരുപാട് സഹായിച്ചിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില സിനിമകൾ കാണുമ്പോഴേക്കും നമുക്കതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ക്ലബ്ബുകളൊക്കെ എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഈ ക്ലബ്ബുകൾ പല വരിക്കും അവർ പിരിച്ചിട്ടാവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽസ് നടത്തിയിട്ടാവാം, എന്ത് ചെയ്യും, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ ക്ലബിൻ്റെ ആഘോഷമോ അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസ് നടത്തിക്കൊണ്ട് പോകാനാണ്. അല്ലാതെ ഈ ക്ലബ്ബ് നടത്തുന്ന ഉടമകൾക്ക് വീട്ടിൽ കാശ് കൊണ്ടുപോകാനല്ല. ആ ക്ലബ്ബ് എന്ത് ഇൻകം ജനറേറ്റ് ചെയ്താലും ക്ലബിന് വേണ്ടി തന്നെ ചിലവായി തീരും. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലോയുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ട് ഉണ്ട്. ഓക്കെ, കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 8 രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ്. ഈ ആർട്ടിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് സെക്ഷൻ 8 എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ സെക്ഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് എന്തെന്ന് വിളിക്കുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു കോളേജാണ് കേട്ടോ. ഈ കോളേജ് എന്താണ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതായത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രിയുടെ കീഴിലുള്ളത് തന്നെയാണ്. ബട്ട് എന്താണ്, നമ്മൾ തന്നെയാണ് ഇൻകം കണ്ടെത്തുന്നത്. നമ്മൾ കണ്ടെത്തുന്ന ഇൻകം നമ്മുടെ കോളേജ് നിലനിന്ന് പോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ നമുക്ക് എന്തെന്നുള്ളൊരു കാഴ്ചപ്പാടില്ല, പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു വ്യൂ അവിടെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് എന്തേ ഉള്ളൂ, നമ്മളെ നിലനിന്ന് പോകണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ നോക്കണോ ഈ ബിസിനസ്സിൻ്റെ അകത്ത്? അഥവാ പ്രോഫിറ്റ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ടല്ലേ, അത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ക്ലാരിറ്റി കിട്ടും. അതായത്
എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ? അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു? അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ എന്ത് പ്രതീക്ഷിക്കുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നില്ല. പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ഒരു കച്ചവടം നടത്തി, ഇവർക്ക് ലാഭമുണ്ടായി, അതായത് ഇവരുടെ എക്സ്പെൻസിനേക്കാൾ ഇവർക്ക് എന്ത് കിട്ടി? ഇൻകം കിട്ടി. ഇവർ 100 രൂപ ചിലവാക്കിയപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി? 1000 ചിലവാക്കി നിൽക്കുക. 1000 ചിലവാക്കിയപ്പോൾ ഇവർക്ക് തിരിച്ച് 2000 കിട്ടി. ഈ 2000 തരണ്ടെന്ന് പറയാൻ പറ്റുമോ? സെല്ല് ചെയ്തതല്ലേ, സെല്ല് ചെയ്ത് കിട്ടിയ പൈസയല്ലേ, അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? കിട്ടിപ്പോയി. ഒരു പ്രോഫിറ്റ് എന്ന് പ്രതീക്ഷിച്ചല്ല ചെയ്തത്, പക്ഷേ ഇവർക്ക് അധികം കിട്ടിപ്പോയി. അതിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്തത് വെളിയിൽ കളയുമെന്നല്ല പറയുന്നത്. ഇവിടെ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? പ്രോഫിറ്റ് എന്ന് വിളിച്ചു. അതായത് സാധാരണ ഒരു ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാഴ്ചപ്പാടിൽ വരുമ്പോൾ നമ്മൾ സർപ്ലസ് ഉണ്ടാക്കി എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാം അതേ സാധനം തന്നെയാണ്, ടെർമിനോളജി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? നമ്മൾ സാധാരണ ബിസിനസ്സിലാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയും. പക്ഷേ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതിനെ എന്തെന്ന് വിളിക്കും? സർപ്ലസ് ഉണ്ടാക്കി എന്ന് വിളിക്കും. നമ്മൾ സാധാരണ ബിസിനസ്സിന് എന്ത് സംഭവിക്കാം? ലോസ് സംഭവിക്കാം. ഇതേ സാധനം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നടക്കത്തില്ലേ? നടക്കും. പക്ഷേ അവരതിനെ എന്തെന്ന് വിളിക്കത്തില്ല? ലോസ് എന്ന് വിളിക്കത്തില്ല. പകരം എന്തെന്ന് വിളിക്കും? ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഇനി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഓണർ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന്, ആ ബിസിനസ്സിൽ നിന്ന് ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്യാപിറ്റൽ എന്ന് വിളിച്ചു. ഇതേപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നിലനിന്ന് പോകാൻ എന്ത് വേണം? ഒരു ഹ്യൂജ് ഫണ്ട് വേണം. ഒരു ഫണ്ട്, ഒരു കോർപ്പസ് ഓഫ് ഫണ്ട് വേണം. ആ ഫണ്ട് എടുക്കാതെയാണ് ഒരു ബിസിനസ് നടത്തുന്നത്? ഒരിക്കലും അല്ല. ആ ഫണ്ട് ഇവരെന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. ആ ഫണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്യാപിറ്റൽ എന്ന് വിളിക്കില്ല, ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കും. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ എന്തുണ്ടാക്കും? പോട്ടെ, അതിനുമ്പ് വേറൊരു കാര്യം. നമുക്ക് ബിസിനസ്സിൻ്റെ അകത്ത് എത്ര ക്യാഷ് അവൈലബിലിറ്റി ഉണ്ടെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തേ പറ്റൂ, അല്ലേ? പക്ഷേ ഇവരെന്ത് ചെയ്യത്തില്ല? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാഷ് ബുക്കൊന്നും ഉണ്ടാക്കത്തില്ല. അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. പകരം അവരെന്തുണ്ടാക്കും? അവർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഒരു സാധാരണ ബിസിനസ്സിൻ്റെ അകത്ത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നതിനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് അവരെന്താ വിളിക്കുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവർ വർഷാവസാനം എന്ത് ചെയ്യും? സാധാരണ ഒരു ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും, അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. പക്ഷേ ഇവർ പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് ബിസിനസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൽ ന്യായമുണ്ടോ? അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല. അവരവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. മനസ്സിലായില്ലേ? സാധനമൊക്കെ അത് തന്നെയാണ്, പേര് മാത്രമേ മാറുന്നുള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവരെന്തുണ്ടാക്കും? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഒരു സാധാരണ ബിസിനസ് അവരുടെ അസറ്റും ലയബിലിറ്റി എന്ത് മാത്രമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. എന്നാൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തുണ്ടാക്കത്തില്ല? ബാലൻസ് ഷീറ്റ് എപ്പോഴും അങ്ങനെ അറിയില്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വിളിക്കും. ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ബട്ട് ഇൻ റെയർ കേസസ് അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് ഇവരും പറയാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് വളരെ അധികം പറഞ്ഞ് കേൾക്കാറില്ല. അങ്ങനെ ഒരു ലീഗൽ ടെർമിനോളജി മാത്രമേ അത് പറയാറുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് കമ്പനിയും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയും തമ്മിലുള്ള, ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ചേഞ്ച് ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. അതിൻ്റെ നേച്ചറിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം കാണുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പറഞ്ഞ മേജർ ക്വസ്റ്റ്യൻസ് ഇതാണ് കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. മേജറായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ 3 സാധനങ്ങളാണ്: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് മേജറായിട്ട് ചോദിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ഇതാണ് മേജറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടൊക്കെ ഒന്ന് നോക്കുക, പഠിച്ച് വയ്ക്കുക. നമ്മുടെ ഈ ബുക്കിലെല്ലാം അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് വാങ്ങുക. നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ വർഷം എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ. നോക്കിയിടാ,
ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു സിൽവർ പോയിൻ്റ്, എന്തോ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 31, 2015. ഓക്കെ, പെർട്ടിക്കുലേഴ്സ് നോക്കിയടാ. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് തരാറുള്ളത് പോലെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്, പിന്നെ സബ്സ്ക്രിപ്ഷൻ കളക്ട്. കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ക്ലബ്ബുകളാവാം, ഇല്ലെങ്കിൽ ചാരിറ്റി സർവീസ് അങ്ങനെ നടത്തുന്നവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ ഇതൊരു ക്ലബിൻ്റെ കാര്യമാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ക്ലബിൻ്റെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയ പൈസയുടെ കാര്യമാണ്. പിന്നെ അവർ എന്തൊക്കെയോ വിറ്റു, സെയിൽസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ് വിറ്റത്, എൻട്രൻസ് ഫീസ്. നമുക്കറിയാം, നമുക്ക് കേൾക്കുമ്പോൾ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ തിരിച്ചറിയാനുള്ള ഒരൊറ്റ കഴിവ് മതി. ഓക്കെ, പക്ഷെ അതില്ലാതായി പോയ പണിയാണ്. ഒന്ന് ആലോചിച്ചേടാ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇവരുടെ എന്തായിരിക്കും? റെസീപ്റ്റ് ആയിരിക്കും അല്ലേ? ഇവർ ഇങ്ങോട്ട് റിസീവ് ചെയ്തതാണോ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയതാണോ? അത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയല്ല റെസിപ്റ്റാണ്. സെയിൽ നടത്തി നമ്മൾ റിസീവ് ചെയ്തു. എൻട്രൻസ് ഫീസ് നമ്മുടെ റെസിപ്റ്റായിരിക്കും. എന്തൊക്കെയോ ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ്. അപ്പം നമുക്ക് മനസ്സിലായി സിൽവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പോർട്സ് ക്ലബ്ബാണ്. പിന്നെ ഡൊണേഷൻ കിട്ടി, നമ്മുടെ റെസിപ്റ്റാണ്. റെൻറ്റ് കൊടുത്തു, നമ്മുടെ പേയ്മെൻറ്റാണ്. സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചു, നമ്മുടെ പേയ്മെൻറ്റാണ്. റിഫ്രഷ്മെൻറ്റിന് സാധനങ്ങൾ വാങ്ങിച്ചു, പേയ്മെൻറ്റാണ്. എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, പേയ്മെൻറ്റാണ്. സാലറി കൊടുത്തു, പേയ്മെൻറ്റാണ്. ടൂർണമെൻറ്റ് നടത്തിയതിൻ്റെ എക്സ്പെൻസ്, പേയ്മെൻറ്റാണ്. ഫർണിച്ചർ വാങ്ങിച്ചു, കയ്യിൽ നിന്ന് പൈസ പോയി, പേയ്മെൻറ്റാണ്. ഓഫീസ് എക്സ്പെൻസ്, പേയ്മെൻറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സ്റ്റെപ്പ്. കയ്യിൽ ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഈ റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ എന്നുള്ളത് തിരിച്ചറിയുക തന്നേക്കുന്നത്. രണ്ടാമത് നോക്കേണ്ട കാര്യമാണ് നമുക്കിപ്പം മനസ്സിലായത്. ഒന്ന് നോക്കിയടാ, ഓപ്പണിംഗ് ക്യാഷും ഓപ്പണിംഗ് ബാങ്കും തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ക്ലോസിംഗ് ക്യാഷ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്ലോസിംഗ് ഓഫ് ബാങ്ക് ആണ്. അതായത് ഈ ഒരു വർഷം അവസാനിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ നമ്മുടെ ബാങ്കിൽ കിടപ്പുണ്ട്. കയ്യിൽ എത്ര രൂപ ഉണ്ട്? 400 രൂപ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ബാങ്കിൽ എത്ര രൂപ കിടപ്പുണ്ടെന്ന് നമ്മളിത് അക്കൗണ്ട് വരച്ച് തന്നെ, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ച് തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന്. ദാ ഈ കാണുന്നതാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നോക്കി കണ്ടോ, നമ്മൾ ഒരു സൈഡിൽ റെസിപ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തു, മറ്റു സൈഡിൽ പേയ്മെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ തിരിച്ചറിഞ്ഞ റെസിപ്റ്റിനെയും പേയ്മെൻറ്റിനെയും ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ആദ്യം ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു, അവിടെ കിടന്ന് അതേപോലെ എടുത്ത് എഴുതിയില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പേയ്മെൻറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ പോലെ എടുത്ത് എഴുതി. എന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്തു. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതിന് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വീണ്ടും പറയുന്നു. ഡെബിറ്റ് സൈഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ എന്തെഴുതുക? ടോട്ടൽ എടുക്കുക. ഹൈയസ്റ്റ് ടോട്ടലിനെ 2 സൈഡ് എഴുതുക. എവിടെയാണോ ലോവസ്റ്റ് ടോട്ടൽ ഉണ്ടായിരുന്നത് ആ ടോട്ടലിൻ്റെ റഫ് ടോട്ടൽ എടുക്കുക. അതും ഇതും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് എഴുതുക. ഇവിടെ ബാലൻസിങ് ഫിഗർ എന്തായിട്ട് വരും? ബാങ്കിൻ്റെ ക്യാരി ഡൗൺ ആയിട്ട് വരും. അതാണ് കണ്ടല്ലേ, ബാലൻസിങ് ഫിഗറിന് അവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ 25,000 ഉണ്ടായിരുന്നു. ക്രെഡിറ്റിൽ 25,000-ൽ നിന്ന് 6,600 കുറവുണ്ടായിരുന്നു. നമ്മൾ ടോട്ടൽ 25,000 എന്ന് എഴുതിയിട്ട് ഈ 6,600 കൂടെ ഇവിടെ എഴുതി ചേർക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എത്രയാണ് ബാങ്കിൽ ബാലൻസ് വന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2 കാര്യങ്ങളും കൂടെ കാണാനുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അഥവാ ബാലൻസ് ഷീറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണൊരു ക്വസ്റ്റ്യൻ ഫ്രം ദി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഫ്രം ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഗിവൺ ബിലോ പ്രിപ്പയർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ക്ലീൻ ഡൽഹി ക്ലബ്. എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. ഓക്കെ, ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 31, 2020. 14 നമ്മൾ 20 നിൽക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ വരുന്നത് പോട്ടെ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. റെസിപ്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പേയ്മെൻറ്റും തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് യു ഹാവ് ടു പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന ആ ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നാൽ മതി. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല താനും. ഓക്കെ, അങ്ങനെ പറയത്തക്ക വ്യത്യാസമൊന്നും ഇതിൻ്റെ ഉണ്ടാവാൻ പോകുന്നില്ല. ആകെയുള്ള എന്താണെന്നറിയോ? ഈ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും കാര്യം നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യും.
ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇൻകത്തിലും എക്സ്പെൻസിലും പെടുന്ന കാര്യമല്ലേ. ഇപ്പോൾ ബാങ്കിൽ കൊണ്ട് 5000 ഈ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസിൽ വരുന്നൊരു സാധനം, നമ്മൾ കയ്യിൽ നിന്നുള്ള ഒരു ക്യാഷ് പേയ്മെൻറ്റ് തന്നെയാണ്, പക്ഷെ എന്തല്ല, നമ്മുടെ ഒരു എക്സ്പെൻസ് അല്ല അല്ലേ. അപ്പോൾ അതൊന്ന് തിരിച്ചറിയണം. എക്സ്പെൻസും ഇൻകവും റെസിപ്റ്റും പേയ്മെൻറ്റും അല്ല എക്സ്പെൻസും ഇൻകം എന്ന് പറയുന്നത്. റെസിപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ റിസീവ് ചെയ്തത്, വാട്ട് എവർ ഇറ്റ് മേ ബി. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയത്, വാട്ട് എവർ ഇറ്റ് മേ ബി അല്ലേ. എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻ്റ് ആണ്, പക്ഷേ അത് എന്താവണമെന്നില്ല, എക്സ്പെൻസ് ആവണമെന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടു, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ടു ബാങ്ക്. ബാങ്കിലേക്ക് നമ്മൾ നടത്തിയ ഒരു പേയ്മെൻറ്റ് തന്നെയാണ് ഈ 5000 എന്ന് പറയുന്നത്. എന്നും പറഞ്ഞത് എന്താവും, എക്സ്പെൻസ് ആവത്തില്ല. അപ്പോൾ നമ്മുടെ വരവും ചിലവും ഇതിൻ്റെ അകത്ത് നിന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് വേണം. നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നോക്കിയടാ, എക്സ്പെൻസ് ആയിട്ട് എടുത്തേക്കുന്നത് സാലറി, റെൻറ്റ്, ഇതെല്ലാം നമുക്കറിയാമെന്നുള്ള കാര്യമാണ്, എക്സ്പെൻസ് ആണ് അല്ലേ. ഈ തന്നേക്കുന്നതിൻ്റെ അകത്ത് നിന്ന് ഈ തന്നേക്കുന്ന പേയ്മെൻറ്റ് നോക്കിയടാ, ഈ പേയ്മെൻ്റ് അകത്ത് സാലറി ആദ്യത്തെ പേയ്മെൻറ്റ് അത് എക്സ്പെൻസ് ആണ്, എടുത്തിട്ടുണ്ട്. റെൻറ്റ് ആദ്യത്തെ പേയ്മെൻറ്റ് എക്സ്പെൻസ് ആണ്, എടുത്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി പേയ്മെൻ്റ് ആണ്, എക്സ്പെൻസ് ആണ്. ടാക്സ് പേയ്മെൻ്റ് ആണ്, എക്സ്പെൻസ് ആണ്. പ്രിൻറ്റിങ്, സൺട്രി, ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ബുക്ക് പർച്ചേസ് ചെയ്തതും ഗവൺമെൻറ് ബോണ്ട് പർച്ചേസ് ചെയ്തതും പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്കും, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനെ നമ്മൾ പേയ്മെൻ്റായിട്ട് കണക്കാക്കിയിട്ടുണ്ട്, പക്ഷേ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ. ഒരുപാട് കാലം ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിലനിൽക്കും അല്ലേ. അതുകൊണ്ട് ഇതെന്തല്ല, ഒരു എക്സ്പെൻസ് അല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരു അസറ്റ് വാങ്ങിച്ചാൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത്ര രൂപയ്ക്ക് അസറ്റ് വാങ്ങിച്ചെന്ന് കാണിക്കുമോ? കാണിക്കത്തില്ല. അതെവിടെ കാണിക്കത്തുള്ളൂ? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലേ കാണിക്കത്തുള്ളൂ. അതേപോലെയാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻഡിച്ചറിന് എന്തിൽ കാണിക്കാത്തേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ അകത്ത് കാണിക്കാത്തേ. അതേപോലെ ഇവിടെ നോക്കി, ഇൻകം ഒരുപാട് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ എവിടെ എടുക്കത്തില്ല? ഇൻകത്തിൽ എടുക്കത്തില്ല. കാരണം ഇത് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്, അസറ്റിലുണ്ടായ ഒരു കുറവാണ് അല്ലേ. അത് നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു സാധാരണ പരിപാടി തന്നെയാണ്. അപ്പോൾ തന്നേക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നിന്ന് എന്ത് തിരിച്ചറിയാൻ പറ്റണം? ഇൻകവും എക്സ്പെൻസും തിരിച്ചറിയാൻ പറ്റണം. അതിനോടൊപ്പം ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ളൊരു കഴിവ് വേണം. തിയറിക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. FIGPയുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സാധനമാണ്. ഓക്കെ, പ്ലീസ് ഹാവ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഇനി നമുക്ക് അവസാനമായിട്ട് എന്ത് നോക്കാം? ബാലൻസ് ഷീറ്റും കൂടെ നോക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഓട്ടിച്ച് പറഞ്ഞു പോകുന്നത്. ഒരു ചെറിയൊരു ലോജിക്ക് തലയ്ക്കകത്തുണ്ടായിരുന്നാൽ മതി. ഈ കാണുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എക്സൽ ക്രിക്കറ്റ് ക്ലബ്. എക്സൽ ക്രിക്കറ്റ് ക്ലബിനെ കുറിച്ചുള്ള എന്ത് തന്നിട്ടുണ്ട്? അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തന്നിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ്, പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് March 31, 2015 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ആ ഡേറ്റ്. അതേ ഡേറ്റാണ്, അതാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മളിത് പറഞ്ഞേക്കുന്നത് എന്താ? ഈ പറഞ്ഞ പോലെ ഈ തന്നേക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട്, നമ്മുടെ കയ്യിൽ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഓർക്കുക, എന്തിന് തുല്യമാണ്? നമ്മൾ സാധാരണ പറയുന്ന ക്യാഷ് ബുക്കിന് തുല്യമാണ്. ക്യാഷ് ബുക്കിന് തുല്യമായൊരു സാധനം തന്നിട്ട് എന്തുണ്ടാക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് എന്തുണ്ടാവത്തില്ല? ഞാൻ പറഞ്ഞതാണ്, പ്രോഫിറ്റോ ലോസോ ഉണ്ടാവത്തില്ല. പ്രോഫിറ്റ് ഉണ്ടായാൽ ആ പ്രോഫിറ്റ് പകരം നമ്മൾ എന്ത് എഴുതും? സർപ്ലസ് എന്ന് എഴുതാവൂ. ലോസ് ഉണ്ടായാൽ ലോസിന് പകരം നമ്മൾ എന്തെന്ന് എഴുതാവൂ? ഡെഫിസിറ്റ് എന്ന് എഴുതാവൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തന്നേക്കുന്ന ഡീറ്റെയിൽസ്. ബാലൻസ് ക്യാരിഡ് ഓൺ, മെമ്പർഷിപ്പ് ഫീസ്, സെയിൽ, ഹയർ ഓഫ് ഗ്രൗണ്ട്, സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ഇത്രയും റെസിപ്റ്റ് ഉണ്ടായി, ഇത്രയും പേയ്മെൻ്റ് ഉണ്ടായി. ഇനി നമ്മൾ എന്തുണ്ടാക്കും? ദാ ഈ കാണുന്ന പോലെ. ഓക്കെ, അതിൽ കൂടുതലുണ്ട്, ഇവിടെ ഉണ്ട്. എന്താണ് അവർ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുകയെന്ന് നോക്കാം. ഓക്കെ, അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നത് എന്താ? ഓക്കെ, അസറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, അത് തന്നിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവരുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കി എന്ത് കണ്ടുപിടിക്കണം, ഇവരുടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ വർഷത്തെ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് അത് പേടിക്കേണ്ട ആവശ്യമില്ല, ഒട്ടും ഇതില്ലാത്ത പരിപാടികളാണ്. പിന്നെ ഡൊണേഷൻ സർപ്ലസ് അക്കൗണ്ട് ഓഫ് ഗവൺമെൻറ് ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ ദ പവലിയൻ. ഓക്കെ, 42,000 രൂപ എന്ത് കിട്ടിയത്, സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിന് റിസർവായിട്ട് വയ്ക്കണമെന്ന് പറയുന്നു. പിന്നെ സ്പോർട്സ് മെറ്റീരിയലിൻ്റെ 50%, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പീരീഡ് 30% റൈറ്റ് ഓഫ് ചെയ്യണം, ഡിപ്രിസിയേഷനായിട്ട് എഴുതി കളയണമെന്നും പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ എഴുതുമ്പോൾ നോക്കിയടാ, ഈ തന്ന എക്സ്പെൻഡിച്ചേഴ്സ് എഴുതുന്നു. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്, ഒന്ന് നോക്കാം. ഓക്കെ, സ്പോർട്സ് മെറ്റീരിയൽ 85,000, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കണ്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ വർഷത്തെ സ്പോർട്സ് മെറ്റീരിയൽ എത്ര ഉണ്ടായിരുന്നു, എത്ര കൺസ്യൂം ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. ഈ വർഷം എത്ര രൂപ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. പേയ്മെൻറ്റ് അവിടെ നോക്കിയാൽ മതി. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 68,000 കിടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നു, പിന്നെ അതേപോലെ പ്രിൻറ്റിങ്ങിൻ്റെയും ഓപ്പണിംഗ് അത് ഇത്ര ലെസ് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു, എല്ലാം നമ്മൾ സാധാരണ എന്താണ് ഇത് ചെയ്യുന്ന പോലെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ 2010 തിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്, അറിയാം 2014. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. ഒന്നുമില്ല, അസറ്റ്സ് ലയബിലിറ്റീസ്. ഇവിടുത്തെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ബിസിനസ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് 6,26,000 എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ വർഷത്തെ എന്തൊക്കെ അസറ്റ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ അല്ല, ക്യാപിറ്റൽ ഫണ്ടാണ്. നമ്മൾ സാധാരണ ക്യാപിറ്റലിലേക്ക് എന്ത് ആഡ് ചെയ്യും, നമ്മുടെ സർപ്ലസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ സർപ്ലസ് ആഡ് ചെയ്യുന്നു. ഡെഫിസിറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് കുറയ്ക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ മറ്റുള്ള ഫണ്ടുകൾ, ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഫണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ സർപ്ലസ് ഫോർ ദ ടൂർണമെൻറ്റ് ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെസിഫിക് ആയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, എത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. ജസ്റ്റ് ബേസിക് അറിഞ്ഞേക്കുക എന്താണ്, എന്ത് തന്നെയാണ് സാധാരണ ബാലൻസ് ഷീറ്റ് തന്നെയാണ്, അസറ്റും ലയബിലിറ്റിയും തന്നെയാണ്. പക്ഷേ ഐറ്റം എന്താണ്, ഇതിൽ വരുന്ന ഐറ്റംസ് ശ്രദ്ധിക്കുക. ഒരു പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഒരു ക്ലബിൻ്റെയൊക്കെ ആ ഒരു മൂഡിൽ, ആ ഒരു പെർവ്യൂവിൽ കാണേണ്ട സാധനങ്ങളാണ്. ക്യാപിറ്റൽ വരത്തില്ല, ക്യാപിറ്റൽ ഫണ്ടേ വരുള്ളൂ, പ്രോഫിറ്റ് വരത്തില്ല, സർപ്ലസേ വരത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തുകൊണ്ട് എന്താണ്, ഒരു സാധാരണ അക്കൗണ്ടിങ് പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, കാരണം എളുപ്പമായതുകൊണ്ടാണ്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോയത് എളുപ്പമായതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ തിയറി നോട്ട്സ് ക്ലിയർ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ PDF നമ്മുടെ ആപ്പിൽ കിട്ടും. ഇ-കൊമേഴ്സിൻ്റെ ആപ്പ് എടുക്കുക. ഓക്കെ, എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കുക, ക്ലാരിഫൈ ചെയ്തു തരാം. താങ്ക് യു ഓൾ.